കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം പാണക്കാട് മണ്ണ് നീക്കം ചെയ്തു. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടരുകയാണ്. അരുൺ അമൃനാഥ് അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. സന്തോഷത്തോടെയാണ് ഇന്ന് അരുണിന് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത്. ഇന്നലെ വലിയൊരു അപകടത്തെ അതിജീവിച്ചതാണ്, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ സഹപ്രവർത്തകനായ ഒരു ക്യാമറമാന് ലേശം പരിക്കുകളൊക്കെ പറ്റുകയും ചെയ്തിരുന്നു. അവരും ഒക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അത്രയും ഒരു ദുരന്ത മുഖത്തായിരുന്നു നിന്നത്. ഇന്ന് എന്താണ് അവിടെയുള്ള സ്ഥിതി? മോത്തി, ഗുഡ് മോർണിംഗ്. മോത്തി പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ എല്ലാവരും സഹപ്രവർത്തകരുടെയൊക്കെ മുഖത്ത് ഒരു ഉന്മേഷമുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമ്മുടെയൊക്കെ ഒരു നെഞ്ചെടുപ്പ് കൂടിയ നിമിഷങ്ങളായിരുന്നു, ആശങ്ക നിറഞ്ഞ സമയമായിരുന്നു. ആ സമയത്ത് ഓടുമ്പോഴൊക്കെ ഈ വൈദ്യുതി പോസ്റ്റുകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടി വീഴുകയാണ്, പുറകിൽ ഇത്തരത്തിൽ മൺകൂനയും വരുന്നു. അപ്പോൾ വല്ലാത്തൊരു ചിന്തകളിലൂടെയായിരുന്നു മനസ്സൊക്കെ ആ സമയം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മാനം തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ പാണക്കാട്ടെ സംബന്ധിച്ച് ഇന്ന് ഗതാഗതം പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലാണ്. അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടികളൊക്കെ ആരംഭിക്കാൻ ഫയർ ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ തന്നെ സജ്ജമായി തന്നെ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ തെളിഞ്ഞാൽ വഴിയൊഴുക്കാനാകും എന്നുള്ളതാണ് കണക്കൂട്ടൽ, അല്ലേ? തീർച്ചയായിട്ടും സാഹചര്യം നമുക്ക് അനുകൂലമാണ്. ഇന്നലെ രാത്രി മുതൽ ഗണ്യമായ അളവിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ മണ്ണ് മാറ്റി റോഡ് ക്ലിയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ആവശ്യമായ മണ്ണ് മാന്തി യന്ത്രങ്ങളും മണ്ണ് നീക്കം ചെയ്തതിന് ആവശ്യമായ ടിപ്പർ ലോറികളും ഇവിടെ എത്തിച്ചേർന്നുണ്ട്. വർക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ADMO നിർദ്ദേശപ്രകാരം തന്നെ ബാക്കി വർക്കുകൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാണ്. തീർച്ചയായിട്ടും നല്ല കാലാവസ്ഥ. ഇന്നലെ കനത്ത മഴയായിരുന്നെങ്കിൽ ഇന്ന് മഴ മാറി നിൽക്കുന്നുണ്ട്. ഇതാണ് തന്നെയാണ് ഏറ്റവും അനുകൂലം. രാവിലെ മുതൽ ഇതുവരെ മഴ ഉണ്ടായിട്ടില്ല. അതെ. മാത്രമല്ല ഇന്നലെ നമുക്കറിയാം ഈ വലിയ മണ്ണിടിച്ചിലിന് ശേഷം അല്പാൽപമായി ചെറിയ മണ്ണിടിച്ചിൽ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ മാൻ പവർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നൊരു കണ്ടീഷൻ റിസ്ക് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലത്തെ ശ്രമം ഉപേക്ഷിച്ചത്. ഇന്ന് രാവിലെ പക്ഷേ എല്ലാ അനുകൂല ഘടകങ്ങളും ചേർത്ത് നമ്മൾ രാവിലെ തന്നെ മണ്ണ് നീക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കുകയാണ്. അതെ, അത്തരത്തിലുള്ള പ്രവർത്തികൾ ആരംഭിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകും എന്നുള്ളതാണ് കണക്കൂട്ടൽ. ഒരു നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷയിലാണ്. ഗതാഗതം പിന്നെ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ ഫോട്ടോ ഷൂട്ട് അത് വ്യാജ വാർത്തകളൊക്കെയാണ്, വ്യാജമായിട്ടുള്ള വീഡിയോകളൊക്കെ വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട്. എല്ലാം വ്യാജമാണെന്നല്ല, പലതും അതിൽ ആളുകൾ പാനിക് ആവുകയാണ്. അപ്പം അത്തരത്തിലൊരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കലും ആളുകൾ കൂടും. അതുകൊണ്ട് ഗതാഗതവും അതുപോലെ ഇവിടെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇന്നലെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി, നഗരസഭയും ജില്ലാ ഭരണകൂടവും തമ്മിലൊക്കെ ഈ അനുമതിയൊക്കെ സംബന്ധിച്ച്. അത്തരത്തിൽ ഉള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, ആരോപണങ്ങളും നാട്ടുകാരൊക്കെ ഉന്നയിച്ചിരുന്നു. അത്തരം തർക്കങ്ങളിലൂടെയും കടന്നുപോയല്ലോ ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ദുരന്ത മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു കൂട്ടം ആളുകൾ കാര്യമില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ആളുകൾ സേഫാണോ എന്നല്ല അവർ ചോദിക്കുന്നത്. എങ്ങനെ ഇത് ചെയർപേഴ്സൺ അറിഞ്ഞില്ല? ചെയർപേഴ്സൺ എങ്ങനെയാണ് ഒരു നാച്ചുറൽ കലാമിറ്റി നേരത്തെ മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടാവുന്നത്? നമ്മൾക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മളെന്ന് പറയുമ്പോഴും ജനപ്രതിനിധികളല്ല, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നഗരസഭയെ സംബന്ധിച്ചെടുത്ത് അവിടെ ഒരു പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് അയാൾക്ക് കൊടുക്കാം. പേപ്പേഴ്സ് ക്ലിയർ ആണെങ്കിൽ അയാൾക്ക് മണ്ണെടുക്കാൻ നിയമപരമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെടുക്കാൻ കൊടുക്കാം. ഇവിടെ ജൂൺ വരെ പെർമിഷൻ ഉണ്ടായിരുന്നു. ആ പെർമിഷന് ശേഷം ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിട്ട് ഒരു സിംഗിൾ പേപ്പർ പരാതി പോലും നമുക്കില്ല. എൻ്റെ വാർഡ് കൂടിയാണ്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇതുവഴി പാസ് ചെയ്യുന്ന ആളാണ്. നമ്മൾക്ക് ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ജിയോളജി നമ്മളാണോ ഇതിൽ എക്സ്പേർട്ട്? നഗരസഭയാണോ, ജനപ്രതിനിധിയാണോ ഇതിൻ്റെ ഈ ഭൂമിയിൽ ഇത്ര പ്രശ്നങ്ങൾ വരുന്നുണ്ട്? ഇത് എക്സ്പേർട്സ് ആരാണ്? ഇത് റവന്യൂവും അതുപോലെ ജിയോളജിയും ആണ് ഇവിടെ ഉത്തരം പറയേണ്ടത്. ശരിക്ക് നമ്മളല്ല ഇത് എന്തായാലും വിശദമായ റിപ്പോർട്ട് ഉൾപ്പെടെ വേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നഗരസഭയുടെ കയ്യിലുള്ള എല്ലാ പേപ്പേഴ്സും വെച്ച് ഏത് വിശദീകരണത്തിനും നമ്മൾ തയ്യാറാണ്. എന്തെങ്കിലും വീഴ്ചസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻ എടുക്കാനും റെഡിയാണ്. ഇനി അത് മാത്രമല്ല, ഇതിനൊക്കെ മുൻനിർത്തിയിട്ട് സാഹചര്യം കണക്കിലെടുത്തിട്ട് ഈ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്ത ആളുകളുടെ ലൈസൻസ് ബിൽഡിംഗ് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇന്നലെ തന്നെ ഷോക്കോസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് നഗരസഭ ചെയ്യുക? അതുതന്നെയാണ് മോത്തി. അത്തരത്തിൽ ഉള്ള റിപ്പോർട്ടിലേക്കൊക്കെ വരുമ്പോൾ പൊതുമരാമത്ത് മന്ത്രി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് 200 മീറ്റർ മാത്രം അകലെയാണ്. മന്ത്രിയും ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, മണ്ണെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു റിപ്പോർട്ട് അനിവാര്യമാണ്. അത് അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അധികൃതരും ഉറപ്പ് നൽകുന്നത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി. തലനാരിഴയ്ക്ക് പോലീസുകാരും നടത്തുന്നു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ചെയ്യാൻ അവിടെ കഴിയുമോ?
അതെ, അത് ഒരു റെലവൻ്റായ ചോദ്യം തന്നെയാണ്. മൂത്തി നമ്മുടെ അവതാരക ചോദിക്കുന്നത് ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്പെഷ്യൽ സോണായിട്ടൊന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നഗരസഭയുടെ തന്നെ ഹെൽത്ത് സെൻറ്റർ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു പ്രയാസമുള്ള ഏരിയ ആണോ? ഈ ലാൻഡിൻ്റെ ക്യാരക്ടർ എന്താണ്, ലാൻഡിന് എന്താണ് അതിൻ്റെ ഒരു എക്സ്പേർട്സ് ആണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ജിയോളജിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ള യാതൊരു ഒരു നോട്ടീസോ അവിടെ എത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ജിയോളജി അധികൃതരോടൊക്കെ അതിന്റെ റിപ്പോർട്ടോ ആവശ്യമായ നടപടികളും തേടി? തീർച്ചയായിട്ടും നഗരസഭയുടെ ഹെൽത്ത് സെന്റർ പോലും ഇനി അവിടെ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഒരു വീടിന് നമ്മൾ പെർമിറ്റ് കൊടുക്കുകയാണ്, മുനിസിപ്പാലിറ്റി പെർമിറ്റ് കൊടുത്തു. അവിടെ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാ മുനിസിപ്പാലിറ്റിയുടെ തലയിലാണ്, എല്ലാം ആ വാർഡ് കൗൺസിലറുടെ അല്ലെങ്കിൽ നഗരസഭയുടെ അധ്യക്ഷയുടെ. എങ്ങനെയാണത് നമ്മൾ പറയാം നമുക്ക് ഇതിന് വ്യക്തമായിട്ട് പൊളിറ്റിക്കലി ടൂളാക്കാം, പക്ഷെ പ്രയാസമുണ്ട്. നമുക്ക് പ്രാരംഭമായി വേണ്ടത് ഈ അപകടം ഒഴിവാക്കുക എന്നുള്ള അതിനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ആളുകളെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആളുകൾ എല്ലാവരെയും സേഫാക്കി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, ഇവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് പോലും. ഈ സമയങ്ങളിലൊക്കെ ഇവിടെ നിൽക്കുന്നത് അതിന് വേണ്ടിയാണ്. അതിന് ഞങ്ങൾ കൂടെ ആ മേഖലയിൽ ഇനി ഇടിയാനുള്ള സാധ്യത ഉണ്ടോ? പൊളിറ്റിക്കൽ ചർച്ചയ്ക്കാണെങ്കിൽ ഞാൻ വരാം. എവിടെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാൽ ഏത് സമയത്തും വിത്ത് പേപ്പേഴ്സ് വിത്ത് ഡോക്യുമെന്റ്സ് ഞാൻ റെഡിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ, ഞാൻ വീണ്ടും പറയുന്നു, ജനപ്രതിനിധികളുടെ മീറ്റിംഗിലല്ല പെർമിഷൻ കൊടുക്കുന്നത്, ജനപ്രതിനിധികളല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്, നഗരസഭാ തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ ആയാലും അത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് നിയമപരമായി നമുക്ക് അനിവാര്യമാണ്. അതിലും അപ്പുറത്ത് നിലവിൽ ഇനി അവിടെ ഇടാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ എന്താണ്? അത് പറയേണ്ടത് ജിയോളജിയാണ്, റവന്യൂ ആണ്, നമ്മൾ എക്സ്പേർട്സ് അല്ല. നിലവിൽ അവരോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനടി അടിയന്തര പ്രാധാന്യം ആവശ്യമാണ്. അടിയന്തര പ്രാധാന്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ആ ടീം നമ്മൾ മണ്ണെടുത്തതിന് ശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ ആ ടീം അതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും. അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അതെ, എന്നാലും പ്രാരംഭഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മലപ്പുറം നഗരസഭ അധ്യക്ഷ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിലും അപ്പുറത്തേക്ക് പല കാര്യങ്ങളിൽ നമുക്ക് റിപ്പോർട്ടും വ്യക്തതയും വരേണ്ടതുണ്ട്. മോത്തി ചോദിച്ച ചോദ്യം പോലെ ഇനി അവിടെ സാധ്യതയുണ്ടോ, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് വേണ്ടത്. നിലവിൽ നമുക്ക് പ്രാരംഭമായി ചെയ്യാൻ കഴിയുക ആളുകളെ സുരക്ഷിതരാക്കുക. അത് നടപടി എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്. ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ മേഖലയിൽ നിന്ന്. അവിടെ സ്ട്രേറ്റ് പാത്ത് എന്ന് പറയുന്ന സ്വകാര്യ സ്കൂൾ കൂടിയുണ്ട്. ഇന്നൊക്കെ വിദ്യാലയങ്ങൾ അവധിയാണ് എങ്കിൽ പോലും അവിടെയൊക്കെ ഇനി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അതിലൊക്കെ പഠനം നടത്തിയ ശേഷമായിരിക്കും എന്നുള്ളത് തന്നെയാണ് മോത്തി. ശരി.